വരണ്. ആദ്യമായിട്ട് പൈസ എടുക്കുക അത് നിനക്ക്. എടാ എനിക്ക് നല്ല ഭവിഷ്യമാണ്. പണ്ട് മില്ലേനിയരുടെ ആദ്യത്തെ ആൽബം മോഹിപ്പിക്കും ഫാത്തിമ ചെയ്യുമ്പോ ഫസ്റ്റ് അഡ്വാൻസ് ഒന്നും എനിക്കല്ലേ, അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലേ. പിന്നെ അവർക്ക് വെച്ചിട്ട് കയറ്റമില്ലായിരുന്നാ. അതിനുശേഷം എത്ര ആൽബങ്ങളാണ് ഇത്. സുറുമയിട്ട മിഴികൾ, കിന്നരി സൂപ്പർ, മുജീബിന്റെ മുഹബത്ത്, അങ്ങനെ ചെയ്തതെല്ലാം ഹിറ്റായിരുന്നു. ഇനി നിന്റെ സമയമല്ലേ. അതേടാ എന്തേ ഇല്ലടാ, ആ ADSലെ ശോഭയും ചിത്രയും വരും എന്ന് പറഞ്ഞിട്ട് അവരും വന്നില്ല. മുത്തശ്ശൻ എപ്പോഴാ പോയത്? അത് ഞാൻ പറഞ്ഞില്ലേ, മുത്തശ്ശനെ രാവിലെ തന്നെ സനൽ എടുത്തോണ്ട് പോയി. സനലിന്റെ കൂടെ അകത്ത് കയറിയോ? ഇല്ല. ഇനിയിപ്പൊ ഞാൻ കടത്തനാട്ടുമാക്കം കണ്ടോണ്ടിരുന്നപ്പോഴെങ്ങാനും. ഇല്ല, അത് കഴിഞ്ഞിട്ടാണ്. പിന്നെന്താ ഈ സനലേട്ട ഫോൺ എടുക്കാത്തത്? അയാൾ പണ്ടേ ആളത്ര ശരിയല്ല. പണ്ടെന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കൊടുത്ത കാശായിട്ടല്ലേ ഗോവയ്ക്ക് കള്ളവണ്ടി കയറിയത്. അല്ലെങ്കിൽ തന്നെ അയാളുടെ സമയം തെറ്റിയുള്ള ഒരു വരവും കൊണ്ടുപോലും. അമ്മ ഈ വടക്കം പാട്ടും കൊണ്ട് എന്താടാ, എന്താ അമ്മേ പ്രശ്നം? മുത്തച്ഛൻ എന്തെങ്കിലും പറ്റിയോ? മുത്തച്ഛനല്ല, ആ രൂപ. ഈ പെട്ടി എങ്ങനെ നിന്റെ വന്നത്? അപ്പൊ ഈയാണ് പൈസ എടുത്തല്ലേ? അയ്യടാ, അമ്മയല്ലേ പറഞ്ഞത് ഈ പെട്ടി നേരെ പ്രാണിയും പാറ്റിയാണെന്ന്. ഞാനത് അമ്പലത്തിൽ കൊണ്ട് പൂജിക്കാൻ പോയതാ. അത്ര പൈസ ഉള്ളിൽ വെച്ചിട്ടാ? എടാ, പൈസ ഞാൻ നിന്റെ തലയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അതൊന്നും പറയണ്ടേ? പിന്നെ നീ നീറ്റ് വരുമ്പോ തന്നെ രാവിലെ 10 മണിയാവും. ഞാൻ അതിനുള്ളിൽ പോയിട്ട് വരാന്ന് കരുതി. എന്നാലും ഒരു മര്യാദ. ഹലോ സാർ. ഹലോ, പറയൂ. പിന്നെ ആ ബാർ സീൻ ഇന്ന് എടുക്കുന്നില്ല, പകരം നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ എടുക്കാം. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റ് ചെയ്തു. സാർ നമ്പർ മാറി. എന്നാലും ഒരു മാമാ ആരുമില്ല, എല്ലാരും പോയി. മാമനെ ഇനി മുതൽ ബഹളം വെക്കുമ്പോ ഒച്ച സ്ട്രെച്ച് വെക്കണം. കിട്ടിയില്ലല്ലോ, തിരക്കായിരിക്കും. ഹോം സിനിമേന്റെ കാലത്ത് തന്നെ എന്ത് തിരക്കുള്ള ആർട്ട് ഡയറക്ടർ ആയിരുന്നു. അതെ ബാഹുബലിക്ക് പുള്ളിനെ ഏൽപ്പിച്ചില്ല. 10 ദിവസം കൊണ്ട് സെറ്റ് ഇട്ട് ബില്ല് മേടിച്ചിട്ട് വന്നേനെ. അത്രയ്ക്ക് കൊടുക്കല. ഇതെന്തൂറ്റി മാമ? വാ, ഇനി നമുക്ക് നടന്നുകൊണ്ട് തള്ളാം. അല്ല, നടന്നുകൊണ്ട് കളിയാ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവോ? ഇയൊക്കെ എവിടെ നിന്നാടാ എൻജിനീയറിംഗ് പഠിച്ച്? കൊല്ലാനാണോ ഉദ്ദേശം? സോറി ഗൈസ്, കണ്ണൊരു സെക്കൻഡ് നേരത്തേന് ഒന്ന് ബ്ലറായി. അല്ല, നീ എന്തോ സിനിമയോ സീരിയലോ ചെയ്യാൻ പോകുന്നു പറഞ്ഞല്ലോ, എന്തായി? നിങ്ങളില്ലെങ്കിലും നമ്മളെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഓ, ഒരു കണക്കിന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്തത് നന്നായി. ഇല്ലെങ്കിൽ ആ ചീത്തപ്പേര് കാലാകാലം ഉണ്ടാവും. കൂൾ. അല്ല, നായിക ഓക്കെ ആയോ? ആരെങ്കിലും ടൗണിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പറ. ഞാൻ വരണ്ട. എടാ, നമുക്ക് ജോസേട്ടനെ കാണണ്ടേ? എനിക്ക് ചാത്തങ്കണ്ടത്തിൽ വരെ ഒന്ന് പോവാനുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ പോക്കോ, ഞാൻ വന്നേക്കാം. ഹോപ്പിൻ കേരടാ കുട്ടാ. അങ്കിളെ, അതെ, ഞാൻ സൈഡിലിരുന്ന് ഛർദിക്കും, ഒന്ന് നടക്കിരുന്നോട്ടെ. ഹണി, he wants to sit in the middle. യെസ്. Okay, കേറ്. ഓക്കേടാ. ഹണി ചേച്ചി, ഒരു ഗ്യാപ്പ്, ഒന്നങ്ങോട്ട് കേൾക്കട്ടെ. മോനെ പൊട്ടടാ. അപ്പോ ഇനി നമുക്ക് തള്ളാല്ലേ? വാ. കുട്ടാ, ഓ, നോ ടച്ചിങ്സ്. ഹായ്, എന്താ പേര്? ഇവർക്ക് മലയാളം അറിയില്ലടാ. അത് കുഴപ്പമില്ല, എനിക്കറിയാല്ല. ഗർറവിടെ? അവനെ ആരടാ സഹായിക്കുന്നേ? അതൊരു മുട്ടൻ ടീംസാണ്, പക്ഷെ പൈസ തികയൂല. പൈസ കുറവുള്ളവരെങ്ങനെയാടാ മുട്ടൻ ടീമാകണേ? അല്ല, അവരത് ഇറക്കൂന്നാ പറഞ്ഞത്. എവിടുന്ന്? മാനത്തുനിന്നോ? പ്രിയേഷി പറയണ പോലെ കാര്യങ്ങളൊന്നും നടക്കൂല. പിന്നെ ചെയ്യാം, പക്ഷെ ബഡ്ജറ്റ് കൂടും. പ്ലാൻ ബിയോ? നമ്മളെ ഫ്ലെക്സ് അടിച്ചിട്ടുള്ള പരിപാടി അതും നോക്കാം.
പിന്നെ നീ എന്താ പറഞ്ഞത്? പള്ളിയോ അമ്പലോ? എടാ ഇതൊക്കെ ഒറിജിനാലിറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ ആ സ്പിൽബർഗിന്റെ പഴയ ഒരു പടം ഉണ്ടല്ലോ, ആ ജുറാസി പാർക്ക്, അതുപോലെ നമുക്ക് ചെറിയൊരു സെറ്റ് ഇടാം. ജോസേട്ടൻ എൻ്റെ വായിന്ന് വല്ലോ കേൾക്കുവേ. നിങ്ങൾ നിങ്ങൾ ജുറാസി പാർക്ക് കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടില്ല, പക്ഷെ ഞാനേലെ ഫുള്ള് കഥ ഞാൻ വായിച്ചതാ. അതുപോലെ ആ നിങ്ങൾ വന്നാ ഞാൻ ഓർത്ത് ഇത്രയും വൈകിച്ചപ്പോ നിങ്ങൾ ഇനി വരാൻ സാധ്യതയില്ലെന്ന്. ഗാന്ധിജിയാ ഇതോ പിടി, ജീവനുള്ളത് പോലെ തോന്നും. സംഭവം ഒക്കെ അല്ലേ? പൊട്ടില്ല, പുക കയറ്റിയേക്കണതാ. ചെല്ല്. ഓക്കെ. ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ റിയാലിറ്റി കിട്ടണമെങ്കിൽ എന്തായാലും സെറ്റ് ഇട്ടേ പറ്റൂ. നമുക്കൊരു 3 ലക്ഷത്തിന് പിടിക്കാടാ, ഞാനല്ലേ പറയണത്. അല്ല അതവിടെ നിൽക്കട്ടെ, ആ പ്രതിമയിൽ കണ്ട ആള് ഞാൻ എവിടെയോ. അതെ, നീ അധികം തലപുകയൊന്നും വേണ്ട. ചതയത്തിന് ഘോഷയാത്ര പോയപ്പോ ഫ്രണ്ടിൽ കണ്ട ശ്രീനാരായണ ഗുരു ഇല്ലേ, അത് തന്നെയാ പോയത്. ആ കുറ്റിത്താടി എടുത്തു കളഞ്ഞ് ഒരു കണ്ണടയും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഗാന്ധിജി, റിയല് ഗാന്ധിജി. അല്ല നമുക്ക് ആ ഗാന്ധിന്റെ അത്ര റിയലാവണ്ട, നമുക്ക് ഫ്ലെക്സ് തന്നെ ആയിരിക്കും നല്ലത്. എടാ ഞാൻ അവരോട് പറഞ്ഞതാ ഗാന്ധി പ്രതിമക്ക് 5000 രൂപ വേണമെന്ന്. അവര് 2000 രൂപ ഉള്ളൂ. 2000-ന് ഇതൊക്കെ തന്നെ ധാരാളോ. പിന്നെ നീ പറഞ്ഞ ഫ്ലെക്സിന്റെ പരിപാടി അതാണെങ്കിലും ചുരുങ്ങിയതൊരു 25000 രൂപ വരും. അയ്യോ, അല്ല എന്നാ പിന്നെ ഞാൻ വേറെ ആരുടെയും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. എടാ പണം മൊത്തത്തിൽ ആർട്ട് വർക്ക് 25000 രൂപ ഉള്ളൂ. ആ വാ, അവൻ വന്നിട്ടുണ്ടാവും. എന്തായാലും ഞാനൊന്ന് ലൊക്കേഷനിലേക്ക് വരട്ടെ, നമുക്ക് സെറ്റാക്കാം. അല്ല സെറ്റ് വേണ്ട, നമുക്ക് ഫ്ലെക്സ് മതിന്ന്. ഓ, നമുക്ക് അവിടെ വന്നിട്ട് മൊത്തത്തിലൊന്ന് സെറ്റാക്കാതെ പൊളിക്കാം. ഓക്കെ. നമ്മളൊരു 6-6:30 ഫസ്റ്റ് ഷോട്ട് വെക്കുന്ന പോലെ പ്ലാൻ ചെയ്യുന്നത്. രാത്രി 8 മണി വരെ. രാത്രി 8 മണി വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കുഞ്ഞു കുഞ്ഞു ലൈറ്റല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇന്റീരിയറൊക്കെ രാത്രി ഷൂട്ട് ചെയ്യുന്ന രീതിയിലും ഈ എക്സ്റ്റീരിയറൊക്കെ പകൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിലും ചാർട്ട് ചെയ്താൽ. അത് ഞാൻ ആക്കി തരാം. അപ്പം നമ്മൾ ഈ പ്ലാൻ പ്രകാരം പോയി കഴിഞ്ഞാൽ വേറെ ആരുടെയും കാലിൽ വീഴാതെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൽ നമുക്ക് പടം തീർക്കാൻ പറ്റും. എല്ലാരും ഒന്ന് ഉത്സാഹിച്ചെന്നാലേ ഞാൻ ടാക്ക് തീർത്ത് തരല്ലേ. അല്ല നമ്മളങ്ങനെ അടിച്ചുകൂട്ടിയെടുത്തിട്ട് ക്വാളിറ്റിക്ക് ബാധിക്കരുത്. എന്നുവെച്ചാൽ ടെക്നിക്കലി കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ക്വാളിറ്റി ഒക്കെ ഞാൻ റെഡി ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ റെഡിയോ? അത് വിജിത്ത് അവിടെ ചെയ്യുന്നുണ്ട്.